അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഐഷുമ്മ, അതെ, പുത്തൻ വീട് തറവാടിൻ്റെ വിളക്ക്. ആ വിളക്ക് അണഞ്ഞു പോയാൽ പിന്നെ പുത്തൻ വീട് തറവാട്ടിൽ നാഥനുണ്ടാവില്ല. അതെ, എന്തായിരിക്കും പുത്തൻ വീട് തറവാടിൻ്റെ അവസ്ഥ? ഉമ്മയെ നേരെ ഐസിയുയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്തു പറ്റിയെന്നുള്ള ചോദ്യത്തിന് അത് ഒരു തളർച്ച വന്നു. എന്തോ പ്രഷർ കൂടിയതോ കുറഞ്ഞതോ, ഇനി എന്തെങ്കിലും സംഭവിച്ചതോ പടച്ചോനെ. ഷമ്മാസിന് ആകെപ്പാടെ ടെൻഷനാണ്. അല്ലാ റബ്ബേ, എൻ്റെ ഉമ്മ, പഠിച്ചോനെ, എൻ്റെ ഉമ്മക്കൊന്നും സംഭവിക്കരുതേ അല്ലാ. അതെ, ഷമ്മാസ് പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നവാസും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ താങ്ങായും തണലായി നിൽക്കുന്നത് എൻ്റെ ഉമ്മയാണ്. അല്ല, എൻ്റെ ഉമ്മക്ക് അങ്ങനെ വയ്യാതായാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? എൻ്റെ കുട്ടിയൊക്കെ ആരാ ഉള്ളത്? ഷമ്മാസിൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്ത. എന്നാൽ പുത്തൻ വീട് തറവാട് ആകെ ശോകമുഖമായി. നുസൈബ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാ, ഉമ്മ, പഠിച്ചോന് ഉമ്മാക്കൊന്നും സംഭവിക്കരുത് അല്ലാ. എനിക്ക് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവന്നത് എൻ്റെ ഉമ്മയാണ്. കാരണം എൻ്റെ പെറ്റുമ്മ ഉണ്ട്, പക്ഷേ പെറ്റുമ്മയെക്കാളും ഒന്നും കൂടി എന്നെ എല്ലാ കാര്യത്തിലും കെയർ ചെയ്യുന്നത് എൻ്റെ ഐഷുമ്മയാണ്. അതെ, ഇക്കാൻ്റെ ഉമ്മ. കാരണം അത്രക്കും ബുദ്ധിമുട്ടായി നിൽക്കുന്ന അവസ്ഥയിൽ, അത് അങ്ങേയറ്റം മനസ്സ് വേദനിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് താങ്ങായും തണലായും എന്നെ കൈപ്പിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തിയത് എൻ്റെ ഉമ്മയാണ്. എന്നെ MBBSന് എൻട്രൻസിന് ചേർത്തിയതും പഠിക്കുവാനുള്ള മുഴുവൻ കാര്യങ്ങളും സെറ്റാക്കി തന്നതും എല്ലാം ഉമ്മ തന്നെയാണ്. ഉമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് നല്ലൊരു ജീവിതം തന്നെ ലഭിച്ചത്. സത്യമായിട്ടും ഷമ്മാസിൻ്റെ കൂടെയുള്ള ജീവിതത്തിനും കാരണക്കാരി ഉമ്മ തന്നെ. ഉമ്മ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചത് കൊണ്ടാണല്ലോ ഷാമോൻക്ക് അവിടുന്ന് കണ്ടുമുട്ടിയതും എല്ലാം. റബ്ബേ, ആ ഉമ്മക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റഹ്മാനെ, പിന്നെ എന്താ റബ്ബേ ഒരർത്ഥം ജീവിതത്തിൽ? നുസൈബ വിതുമ്പുകയായിരുന്നു. നുസൈബയുടെ അടുത്ത് തന്നെയാണ് മക്കളെല്ലാം നിൽക്കുന്നത്. കുഞ്ഞ് കരയുന്നുണ്ട്. നുസൈബക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഉമ്മ, അല്ല, ഉമ്മാൻ്റെ മുഖം കാണാതെ ഈ തറവാട്ടിൽ എന്തിനാ നിൽക്കണത്? ഉമ്മയുടെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കണ ആ മുഖം. മോളെ നുസിയേ, കുട്ടി കരയണുണ്ടോ? ഇങ്ങോട്ട് തന്നാളി, ഉമ്മ എടുത്തോളാം. തരി, ഉമ്മ നോക്കിക്കോളാം. ഒന്നാണ് കണ്ണുമ്പി കളിച്ച്. ഓ, ഇനി ഉറക്കുണ്ടാവില്ല ഓൾക്ക്. ഇങ്ങോട്ട് തരി. എവിടെ ഉമ്മമാൻ്റെ കുട്ടി? അല്ലോയ്, ഉമ്മമാൻ്റെ കുട്ടി ഇവിടെ ഉണ്ടാ? അതെ, ഉമ്മ പറയുന്ന ആ ഒരു വാക്കുകളെല്ലാം അവൾ ഓർത്തു. അവൾ പൊട്ടിക്കരഞ്ഞു, കുഞ്ഞിനെ ഒരുപാട് ചുംബിച്ചുകൊണ്ട്. ഐഷുമ്മയില്ലാത്ത വീട്ടിൽ നിൽക്കാൻ കഴിയില്ല റബ്ബേ, ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഉമ്മാക്ക് എന്താ റബ്ബേ സംഭവിച്ചത്? പഠിച്ചോനെ, അന്ന് ഉമ്മാക്ക് സുഖമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഉമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി നിന്നിരുന്നു. അന്നെനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നും ഉമ്മാനെ പരിചരിക്കാനും ഉമ്മയെ നോക്കാനും എനിക്കിഷ്ടമാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെ, പാവാണ് ഉമ്മ. അല്ലാ റബ്ബേ, ഉമ്മാക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. നുസൈബ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അവൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഉമ്മ. ആ മോളെ, എന്തൊക്കെയാ മോളെ, കുട്ടിയുടെ ഉറങ്ങിയോ? ഉമ്മ, ഇല്ല, ഇവിടെ കളിച്ച് കിടക്കുന്നുണ്ട് ഉമ്മ. പിന്നുണ്ടല്ലോ, ഉമ്മ ഹോസ്പിറ്റലിലാണ്. പഠിച്ചോനെ, തന്നെ എന്താ പറ്റിയത്? അത് ഉമ്മ എന്താ അറിയില്ല, പെട്ടെന്ന് എൻ്റെ തളർച്ച തോന്നിയിട്ട് ഷമ്മാസ്ക്ക് നവാസ്ക്ക് വേണ്ടി കൊണ്ടുപോയതാണ്. പഠിച്ച റബ്ബേ, എന്താ പറ്റിയതാവല്ലേ? മോളെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ വിളിച്ചിരുന്നോ? അറിയില്ല ഉമ്മ, ഇപ്പം ICUലാണെന്ന് പറഞ്ഞു. അല്ലാ. അപ്പോൾ തന്നെ നുസൈബയുടെ ഉമ്മ പറഞ്ഞു അവളുടെ ഉപ്പയോട്, നോക്കിന്നേ, അതെ, ഐഷുമ്മ ഹോസ്പിറ്റലിലാണത്രേ, സുഖമില്ലായിട്ട് കൊണ്ടുപോയതാണത്രേ. അല്ലാ പഠിച്ചോൻ, എന്താ പറ്റിയത്? അവർക്കെല്ലാം ആകെപ്പാടെ ടെൻഷനായി. കാരണം ഐഷുമ്മ ഹോസ്പിറ്റലിലാണ് എന്നറിഞ്ഞപ്പോൾ, അതെ, അവരുടെ മകളെ സംരക്ഷിച്ചതും നോക്കിയതുമെല്ലാം ഐഷുമ്മയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടൊരു കടപ്പാടുമുണ്ട് അവരോട്. എന്നാൽ ഈ സമയം ICUവിന് മുമ്പിലായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് നവാസും ഷമ്മാസുമെല്ലാം. പെട്ടെന്ന് ഉസ്താദും ഭാര്യയും അങ്ങോട്ട് വന്നു. ഷാമോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്ത് പറ്റിയത് ഉമ്മാക്ക്? അത് ഉമ്മാക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഉമ്മാക്ക് പെട്ടെന്ന് അങ്ങോട്ട് തളർച്ച അനുഭവപ്പെട്ടു. എന്താ അറിയില്ല. അല്ലാ പഠിച്ചോനെ, എന്തെങ്കിലുമൊക്കെ ചൊല്ലി ഒതി കൊടുത്തുകൂടായിരുന്നോ? അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ഉമ്മ അങ്ങോട്ട്
വേർത്തൊഴുകി തളർന്നു പോയിരുന്നു. ഇതുവരെ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഐഷുവിൻ്റെ കൂടെ ആയിഷയുടെ കൂടെ ഷമ്മാസ് പെട്ടെന്ന് അങ്ങോട്ട് ഓടി. എന്ത് സിസ്റ്റർ, ഉമ്മാക്ക് എന്താ പറ്റിയത്? അത് ഉമ്മാക്ക് BP നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉമ്മാക്ക് നല്ല ടെൻഷൻ അടിച്ച പോലെ ഉണ്ടല്ലോ. അതാണല്ലോ. അല്ലാതിപ്പോൾ ഇനി എന്തെങ്കിലും നോർമലായിട്ട് നോക്കാം. BP അത് നന്നായിട്ട് കുറയാൻ പാടില്ല. 70 താഴത്തേക്കാണ് എത്തിയിരിക്കുന്നത്. 100 താഴത്തേക്ക് എത്തിയാൽ തന്നെ അത് ഡേഞ്ചറായിട്ട് മാറും. പിന്നെ 80 ആണെങ്കിൽ പിന്നെ 70 ആണെങ്കിലൊക്കെ അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഡോക്ടർ ഒന്ന് കാണാൻ പറ്റുമോ സിസ്റ്ററെ? എനിക്കൊന്ന് ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ. എന്നാൽ സമീറ അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് ഉമ്മാക്ക് എന്താ പറ്റിയത് റബ്ബേ, ഉമ്മാക്ക് എന്താ പറ്റിയത്, ഷാമോനെ ഉമ്മാക്ക് എന്താ പറ്റിയത്, ഉമ്മാനൊന്ന് കാണാൻ പറ്റുമോ സിസ്റ്ററെ ഉമ്മാനൊന്ന് കാണാൻ പറ്റും. നിങ്ങളാരാ, മോളാണോ? അതെ എന്നവൾ പറഞ്ഞു. അത് ഇപ്പോൾ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യ്, വിഷമിക്കേണ്ട, അതിനകത്തുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രഷർ അത്ര ലോ ആകാനും പാടില്ല, നന്നായിട്ട് ലോ ആയിട്ടുണ്ട്. അതായത് എന്ന് വെച്ചാൽ അത്രക്കും ഒരു വിഷമഘട്ടം, എന്തെങ്കിലും ടെൻഷനുള്ളത് കേൾക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോഴായിരിക്കും അത്. ഒരു നിമിഷം നവാസ് അത് ചിന്തിച്ചു. വിഷമഘട്ടം, എൻ്റെ ഉമ്മ അത് എന്തെങ്കിലും അറിഞ്ഞോ റബ്ബേ? അതെ, സൗദിയുടെ ആ ഒരു വിവരമെങ്ങാനും ഉമ്മ അറിഞ്ഞോ? നവാസിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൻ ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അല്ലാ പഠിച്ചോനെ, ഉമ്മക്ക് വിഷമം ഉണ്ടാകാൻ കാരണം അതായിരിക്കും റബ്ബേ. എനിക്കിനി അവളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തിന് അല്ലാ, എൻ്റെ ജീവിതത്തിൽ മാത്രം നീ ഇങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നത്? ആവില്ലല്ലോ, ഇനിയും എനിക്ക് സഹിക്കാനാവില്ല. പെണ്ണും പെടക്കുകയും വേണ്ടെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ വീണ്ടും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അതങ്ങ് സാധിച്ചു. ഇപ്പോഴിതാ എല്ലാവരും തെറ്റ് ചെയ്യുക. ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാ? നവാസ് ഓരോന്ന് ചിന്തിക്കുകയാണ്. ഒരു ഭാഗത്ത് ഉമ്മയുടെ ആ ഒരു ടെൻഷൻ, മറ്റൊരു ഭാഗത്ത് അതെ സൗദിയുടെ അടുത്തേക്ക് സത്താർ വന്ന ആ ഒരു വിവരം അറിഞ്ഞതിൻ്റെ ടെൻഷൻ, എല്ലാം കൂടി അവൻ്റെ തലയിൽ ഭ്രാന്തായി പോകും എന്ന് വരെ അവന് തോന്നി. എന്നാൽ ഈ സമയം അതാ ICUവിൽ ഉമ്മ പതുക്കെ കണ്ണുകൾ തുറന്നു. വെള്ളം പറയാം. ആയിഷയുടെ കൂടെ ആയിഷ. അപ്പോഴേക്കും സമീറ ഓടിയെത്തി. എന്താ സിസ്റ്ററെ, എന്താ ഉമ്മയെ കാണാൻ പറ്റുമോ? അതെ, വെള്ളം ചോദിക്കുന്നുണ്ട് കേട്ടോ, വെള്ളം കൊടുത്തോളൂ. അപ്പോഴേക്കും സമീറ അങ്ങോട്ട് ഓടി വെള്ളക്കുപ്പിയുമായി. ഷമ്മാസ് എന്തൊരു മെഡിസിൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. നേരെ സമീറ ഉമ്മയുടെ അരികിൽ. ഉമ്മ അല്ലാ, എന്നെക്കൊണ്ട് വയ്യല്ലോ അല്ലാ. ഉമ്മ ഇതമ്മ വെള്ളം കുടിക്ക്. ഉമ്മ. ആരാ മോളെ? സെമിയാണോ? സെമിൻ്റെ അതെ ഉമ്മ എന്തുമ്മ ഉമ്മക്ക് പറ്റിയത്? ഉമ്മ വരി, ഇതാ കുടിച്ചോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാ മതി. മോളെ എൻ്റെ കുട്ടികളെ നല്ല നോക്കണം കേട്ടോ. കുട്ടികളെ നോക്കണം കേട്ടോ. ഉമ്മ ഞാൻ എല്ലാം നോക്കിക്കോളാം. ഞാനെല്ലാം നോക്കിക്കോളാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഉമ്മ എണീറ്റ് വരണം. നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഉമ്മ. എന്തുമ്മക്ക് പറ്റിയത്? ഉമ്മക്ക് ഞാനില്ലേ? എല്ലാവരും ഉണ്ടല്ലോ ഉമ്മക്ക്. ഉമ്മ ടെൻഷൻ എന്തിനാ ഇത്? മോളെ, എൻ്റെ കുട്ടി ഇടങ്ങാറായടി. ഉമ്മ ആരെയാണ് ഉമ്മ പറയണത്? എൻ്റെ നവാസ്, ഒരിടങ്ങാറായി എൻ്റെ കുട്ടി. ഉമ്മ നവാസ്ക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, നവാസ്കയുടെ പുറത്തുണ്ടല്ലോ. മോളെ, കഴിയൂലടി, താങ്ങാൻ കഴിയണതിനപ്പുറം എൻ്റെ കുട്ടി സഹിച്ചേക്കണേ. ഇനി എൻ്റെ കുട്ടിക്ക് സഹിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. ഉമ്മ. ശരിക്കും ഐഷുമ്മ കരയുകയായിരുന്നു. അവരുടെ ആ കണ്ണുനീർ അതാ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അത് സമീറ തോർത്തിക്കൊണ്ട് പറഞ്ഞു. ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ആർക്കും ഒന്നും പറ്റിയിട്ടില്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ, ഉമ്മാനെ കാണാൻ വന്നിക്കണേ. മോളെ നൊസി ഒറ്റക്കാവുണ്ട് പെരയിൽ.
മോളങ്ങോട്ട് ചെന്നാൾ. ഉമ്മ, എൻ്റെ പൊന്നുമ്മ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ട്. നിങ്ങൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിയെത്തിയതാണ് ഉമ്മ. നിങ്ങൾക്ക് സുഖമില്ലാതെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആരോ ഉമ്മ ഉള്ളത്? ഞങ്ങൾക്ക് താങ്ങായി തണലായിട്ടും ഉമ്മ മാത്രമല്ലേ ഉള്ളൂ. ഉമ്മാക്ക് എന്തേ പറ്റിക്കഴിഞ്ഞാൽ അല്ലാ ഒന്നും പറ്റൂല ഉമ്മാക്ക് കേട്ടോ. ഉമ്മ നല്ല രീതിയിൽ വരെ കേട്ടോ. എന്നാൽ ഈ സമയം അതാ അവർ പറഞ്ഞ ആ ഒരു മെഡിസിൻ വാങ്ങിക്കൊണ്ട് ഷമ്മാസ് അങ്ങോട്ട് വരുന്നു. സിസ്റ്ററെ, ഇതാ മരുന്ന്. ആ, അത് നിങ്ങൾ ഉമ്മ വെള്ളം ചോദിച്ചപ്പോൾ കൊടുക്കാൻ വേണ്ടി ഒരാൾ പേഷ്യൻ്റ് പോയിട്ടുണ്ട് കേട്ടോ. പേഷ്യൻറ്റിനെ ആണോ? അതോ എനിക്കൊന്ന് ഉമ്മയെ കാണാൻ വേണ്ടി പറ്റുമോ? പോയിക്കോളൂ. പിന്നെ ഒരാളതിനകത്തുണ്ട്, അയാളുണ്ട്, ഇറങ്ങിയിട്ട് പോയാൽ മതി. 2 പേരും കൂടി ഐസിൽ നിൽക്കുന്നത് ശരിയല്ല. ആയിക്കോട്ടെ, ഓക്കെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചോളാം. അങ്ങനെ ഷമ്മാസത അതിനകത്തേക്ക് കയറുന്നു. ഉമ്മ സമീറയുടെ കൈ പിടിച്ചുകൊണ്ട് എന്തോ പറയുന്നു. ഉമ്മാൻ്റെ കുട്ടികളെ നല്ല നോക്കണട്ടെ, ഞാൻ അന്നെ ഏൽപ്പിക്കുന്നുണ്ട് കുട്ടികളൊക്കെ, അല്ലാതെ ഞാൻ ആരെ ഏൽപ്പിക്കുക? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് പറയുകയാണ്. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഷമ്മാസ് അങ്ങോട്ട് വന്നത്. റബ്ബേ, എൻ്റെ ഉമ്മ എന്തൊക്കെ പറയുന്നത്? ഉമ്മ എൻ്റെ കുട്ടിയെ, ഉമ്മാൻ്റെ ക്ഷാമോ വന്നോ? ഉമ്മ, എന്തുമ്മ, എൻ്റെ ഉമ്മക്ക് എന്ത് പറ്റി? ക്ഷീണം മാറിയില്ലേ മോനെ? ഇനിയിപ്പോൾ ക്ഷീണം മാറിയാലും വല്ലാതെ ഒന്നും അങ്ങോട്ട് ഉണ്ടാവില്ല എൻ്റെ കുട്ടിയെ. എൻ്റെ മക്കൾ നല്ല വട്ടത്തിൽ ജീവിക്കണം. എൻ്റെ കുട്ടികൾക്ക് ഒന്നും പറ്റരുത്. സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കണം. നിങ്ങളെ പെങ്ങളെ പോലെ നിങ്ങൾ ഷമീറാനെ കരുതാണ് കേട്ടോ. നിങ്ങളെ പെങ്ങളാണോള്, അതുപോലെ കരുതാണ് കേട്ടോ. ഉമ്മ, എന്തോ ഉമ്മ നിങ്ങളീ പറയുന്നത്? ഉമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ തന്നെയാണല്ലോ കരുതുന്നത്. എന്തിനാ ഇപ്പം അതൊക്കെ പറയുന്നത്? ഷമ്മാസിന് ശരിക്കും ഭയം തോന്നി. അതെ, ഒരു വസിയത്തെന്ന പോലെയാണ് ഉമ്മ അതെല്ലാം പറയുന്നത്. ഷമ്മാസ് പറഞ്ഞു, ഉമ്മ, എൻ്റെ ഉമ്മക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഉമ്മ ഞങ്ങളുടെ കൂടെ ഇനിയും കുറേ ജീവിക്കണം. അതെ, ഇവിടുന്ന് അങ്ങനെ പെട്ടെന്ന് അതെ ICUന്ന് കൂടുതലായിട്ട് പേഷ്യൻറ്റിനെ സംസാരിപ്പിക്കാണ്ട് കേട്ടോ. 2 പേര് നിൽക്കാനും പാടില്ല. ഓരോന്നും അങ്ങോട്ട് പോയിക്കേ. സമീറ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഷമ്മാസ് ഉമ്മയുടെ അരികിൽ കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഉമ്മാൻ്റെ കുട്ടി, ഉമ്മ അങ്ങനൊന്നും പറയില്ലേ. എന്തിനുമ്മക്ക് പറയണത്? ഒന്നുമില്ലല്ലോ, പുത്തൻ വീട് തറവാട്ടിൽ കല്യാണങ്ങളൊക്കെ നടക്കാൻ നിൽക്കല്ലേ. എത്ര സന്തോഷത്തോടു കൂടിയാണ് ഫൈസൽക്ക് കാത്തിരിക്കുന്നുണ്ട് ഉമ്മാനെ. അതുപോലെ എത്ര സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. എന്തിനും ഉമ്മ അങ്ങനെ ഇതൊക്കെ പറയണത്? ഉമ്മാനെ പോകാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ സമ്മതിക്കൂല ഉമ്മ. എനിക്ക് പിന്നെ ഉമ്മ പോയ പിന്നെ ആരണ്ട മോനെ? ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പല്ലേ. അതെ, എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ് തോന്നുന്നു മോനെ. നവാസ്ക പാവാണ് കേട്ടോ. ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചൊക്കെ എൻ്റെ കുട്ടി. വിഷമങ്ങൾ ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിഷമങ്ങൾ എൻ്റെ കുട്ടി അനുഭവിച്ചതാണ്. എൻ്റെ നവാസ്. ഉമ്മ, നവാസ്കൊക്കെ എന്താ ഒന്നുമില്ലല്ലോ. നവാസ്ക ഇപ്പോൾ ഫസിലത്തെ തിരിച്ചെടുക്കാൻ പോവല്ലേ. അതൊക്കെ ഇപ്പോൾ എന്താ സന്തോഷമുള്ള കാര്യമല്ലേ ഉമ്മ? അതൊക്കെ മറ്റന്നാളെ എല്ലാ ദിവസം. അതിനിപ്പോൾ ഇത്രമാത്രം എൻ്റെ ഉമ്മ ടെൻഷൻ ആകേണ്ട കാര്യം എന്താ? ഒന്നുമല്ല എൻ്റെ കുട്ടിയെ. അഥവാ അമ്മ ഇനിയിപ്പോൾ ഒന്നിനും ഇല്ലെങ്കിലും ഉമ്മാൻ്റെ കുട്ടികൾ നല്ല മട്ടത്തിലൊക്കെ ചെയ്തുകൊണ്ടിട്ടോ. ഉമ്മ അവിടെ ഉണ്ടാവും. നിങ്ങളടുത്ത് ഒരു താങ്ങായിട്ടും തണലായിട്ടും അവിടെ ഉണ്ടാവും ഉമ്മ കേട്ടോ. എൻ്റെ കുട്ടികൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നാലും നിങ്ങളപ്പോൾ ഇത്രയും എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലേ. ഉമ്മാൻ്റെ കുട്ടിനെയും കണ്ടു. എനിക്ക് ഫാത്തിമ മോളെ കണ്ടു. അൽഹംദുലില്ലാ. എൻ്റെ നുസൈബാക്കൊരു കുട്ടി ഉണ്ടായി കണ്ടിട്ട് മരിച്ചാൽ മതിയെന്നായിരുന്നു എൻ്റെ മനസ്സിലെ നെയ്യത്ത്. അല്ലാ, എൻ്റെ ഉമ്മ, നിങ്ങളൊന്നും ഇങ്ങനെയൊന്നും പറയില്ലേ, ചിന്തിക്കല്ലേ. ഷമ്മാസ് കരയുകയാണ്. പെട്ടെന്ന് ഡോക്ടർ അങ്ങോട്ട് വന്ന്, എന്താ ഇഷുമ്മ, എങ്ങനെയുണ്ട്? അപ്പോൾ ആക്റ്റീവായിട്ടുണ്ടല്ലോ. ഡോക്ടറെ, എൻ്റെ മോനാണ്, എൻ്റെ ചെറിയോനാണ്. എൻ്റെ ചെറിയോന് എനിക്കെല്ലാത്തിനും ഒപ്പം ഉണ്ടാണ് മോനാണ്. എൻ്റെ അടുക്കള പണിക്കും ഉണ്ടാവും. എപ്പോഴും എൻ്റെ ഒപ്പം നിൽക്കണ മോനാണ് എൻ്റെ മോൻ. എൻ്റെ കുട്ടീനൊക്കെ വിട്ട് ഞാൻ പോവും ഡോക്ടറെ. എന്താ ഐഷുമ്മ ഈ പറയുന്നത്? പോവേ എങ്ങോട്ട്? ഐഷുമ്മ പോകാനൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെ പോകാനായിട്ടില്ലല്ലോ. എന്തിന്? ഒരു പ്രഷർ കുറഞ്ഞെന്ന് വിചാരിച്ച് പെട്ടെന്ന് പോവുകയാണോ? ഡോക്ടറെ, കുറേ കാലം ജീവിച്ചില്ലേ, അൽഹംദുലില്ലാ. ഇത്രയും കാലം ആരോഗ്യത്തോടു കൂടി ജീവിച്ചു. ഇനിയിപ്പോൾ പഠിച്ചവൻ്റെ അടുത്തണൊക്കെ
ഡോക്ടർ ഉമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, അല്ലുമ്മ, ഒരു ചെറിയൊരു ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു പ്രഷർ കുറയുമ്പോൾ അപ്പോഴേക്കും മരിക്കുക എന്നുള്ള പേടിയാണ്. ഒരിക്കലും പാടില്ല. നമുക്ക് പഠിച്ചോൻ തന്ന ആ ഒരു ആയുസ്സുണ്ടല്ലോ, ആ ഒരു ശ്വാസം കഴിയുവോളം നമ്മളിവിടെ ജീവിക്കേണ്ടി വരും. അല്ലാതെ ഒരിക്കലും പെട്ടെന്ന് എന്തൊരു അസുഖം ചെറുതായിട്ട് വന്നു വിചാരിച്ച് മരിക്കലല്ല. നിങ്ങളൊന്നും പേടിക്കണം, ഒന്നും ഇല്ലല്ലോ, ഇനി കുഴപ്പമോ, ഇവിടെ ഒന്നുമില്ല, കണ്ട പരിശോധിച്ചപ്പോൾ ഒന്നും കാണാനില്ല. ചെറിയൊരു മനസ്സുകൊണ്ട് ടെൻഷൻ കൂടി, അങ്ങനെ പ്രഷർ കുറഞ്ഞു. അങ്ങനല്ലേ? പിന്നെ ഷമ്മാസ്, നിങ്ങൾ മകനല്ലേ, പിന്നെ ഉമ്മ നിങ്ങളുടെ കൂടുതൽ ടെൻഷൻ ആക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് തന്നെ ഡിസ്ചാർജ് ഒന്നും ഞാൻ എഴുതുന്നില്ല, കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ. വീട്ടിലേക്ക് പോയാൽ എന്തോ ഒന്ന് ഉമ്മയുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്, അത് ഒന്ന് നമുക്ക് റെഡി ആക്കണം. ഉമ്മ, എന്തായിരുന്നു ഉമ്മാക്ക് ടെൻഷന്? എന്തിനെക്കുറിച്ച് ആലോചിച്ചതാ? ഉമ്മാക്ക് ടെൻഷൻ കയറാൻ കാരണം മറ്റൊന്നുമല്ല, അത് നവാസിന് നന്നായിട്ടറിയാം. പക്ഷേ ഷമ്മാസ് അതറിഞ്ഞിട്ടില്ല. അറിയില്ല ഡോക്ടറെ, എൻ്റെ ഉമ്മ പെട്ടെന്ന് ഇങ്ങനെ തളർന്നങ്ങോട്ട് പോകുന്നത് കണ്ടു. എന്ത് സംഭവിച്ചു അതൊന്നും എനിക്കറിയില്ല ഡോക്ടറെ. അല്ല ഷമ്മാസ്, വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെയൊന്നുമില്ലല്ലോ, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ കാര്യം ടെൻഷൻ അടിച്ച രീതിയിലാണത് കാണുന്നത്. അതിൻ്റെ ഒരു ഷോക്ക് അതാണ് പറ്റിയത്, അതുകൊണ്ട് വന്നതാണ്. നോ പ്രോബ്ലം, കുഴപ്പമില്ല. പിന്നെ വീട്ടിലേക്ക് ഇനി കൊണ്ടുപോയാൽ തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മയെ. ഇങ്ങനെ ടെൻഷനാവുന്ന വാക്കുകളും സംസാരങ്ങളൊന്നും കേൾക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ്. ഒരു നിമിഷം അവനത് ഓർത്തു. അതെ, അന്ന് സൗദയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ആ ഉമ്മ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ആയിരിക്കോ? അത് 2 ദിവസം മുമ്പല്ലേ? അത് 2 ദിവസം മുമ്പ് നടന്നതാണല്ലോ. അതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്താ അറിയില്ല. എന്തായാലും ഡോക്ടർ ഉമ്മയെ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഷമ്മാസ് പുറത്താണ് ഇപ്പോഴുള്ളത്. എന്നാൽ നവാസിൻ്റെ കണ്ണും മുഖവും ആകപ്പാടെ ചുവന്നിരിക്കുകയാണ്. അവൻ കരയുന്നുമുണ്ട്. നേരെ അതാ നവാസിൻ്റെ അടുത്തേക്ക് ഷമ്മാസ് പോകുന്നു. എന്താ ഉമ്മ എന്താ പറഞ്ഞത്? ഉമ്മ എന്തേലും പറഞ്ഞോ? നവാസ്ക, നിങ്ങൾ കാണണം ഉമ്മനെ? എനിക്ക് ഷമുനെ കാണണ്ടപ്പോൾ. അതെന്താ? ഒന്നുമില്ല. ഉമ്മയെ ടെൻഷനാക്കിയത് ആരൊക്കെ എന്തൊക്കെയാണാവോ? ഉമ്മാക്ക് നല്ല രീതിയിൽ എന്ത് ടെൻഷനേക്കാ? ഉമ്മാക്ക് എന്ത് ടെൻഷൻ? ഒന്നുമില്ലല്ലോ, നല്ല ഹാപ്പി ആയിട്ടിരുന്നാണല്ലോ ഉമ്മ. അല്ല ഷമോനെ, അത് ടെൻഷനുള്ള എന്തോ എങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. എന്താണ് കാര്യം? എന്താണ്? എന്നോടുകൂടി തുറന്നു പറയും. ഒന്നുമില്ല ഷമോനെ, എന്താ ചെയ്യാൻ, എൻ്റെ വിധി അങ്ങനെയൊക്കെ. ഉമ്മാക്ക് എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കും വലിയ ടെൻഷൻ. ഷമ്മാസ് അത് മറച്ചു വെച്ചു, ആരോടും ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും സ്വന്തം ഭാര്യയുടെ കുറ്റങ്ങൾ ആരോടും പറയില്ലല്ലോ, എല്ലാം മനസ്സിനുള്ളിൽ കിടന്ന് അത് വല്ലാതെ അങ്ങ് വെന്തുരുകി പോകും. അപ്പോൾ ടെൻഷൻ കൂടും. നവാസ് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവോ സ്വന്തം ഭാര്യയായാലും ഭർത്താവായാലും മറ്റൊരുത്തൻ്റെ കൂടെ പോകുക, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ കൂടെ കഴിയുക? അങ്ങനെ അത് ആർക്കും സഹിക്കാൻ പറ്റാത്തതാണ്. ഒരാൾക്ക് പോലും അത് സഹിക്കാൻ കഴിയൂല. നവാസ് ആ വേദന 2ാമത്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഒരു നിമിഷം നവാസ് വിചാരിച്ചു, സൗദ, നീ എന്നെ ചതിച്ചിരടി. ആയിക്കോട്ടെ, കുഴപ്പമില്ല, എല്ലാവരും എന്നെ അങ്ങ് ഇടങ്ങാറാക്കിക്കോളി. നവാസിൻ്റെ കണ്ണുനീർത്തുള്ളികൾ അവൻ്റെ കവിളിലൂടെ ഉറ്റിയിറങ്ങുന്നത് അത് ഷമ്മ ശ്രദ്ധിച്ചു. എന്തോ ഒന്നുണ്ട്, അല്ലാതെ നവാസ്ക ഇങ്ങനെ കരയില്ല. എന്തോ ഒന്നുണ്ട്. ഉമ്മാക്കും അതറിയാം, നവാസ്കക്കും അറിയാം. പക്ഷെ ഞാനത് അറിഞ്ഞിട്ടില്ല. 2 പേരും എന്നിൽ നിന്ന് ഇത് മറച്ചു വെക്കുന്നു. എന്താവോ റബ്ബേ. എന്നാൽ ഈ സമയം അതാ സൗദയുടെ വീട്ടിൽ നേരെ ഒരുപാട് വൈകിയാണ് ഉമ്മ എത്തിയത്. സൗദ, സൗദ, സൗദ. ഉമ്മ, നിങ്ങളിതുവരെ എവിടെയായിരുന്നു? എൻ്റെ പൊന്നാര സൗദ, ഞാൻ ആ തങ്ങളുടെ അടുത്തേക്ക് പോയിരുന്നു. തങ്ങൾ ഒരു നിലക്കും സമ്മതിച്ചിരുന്നില്ല. തങ്ങളോട് ഞാൻ പറഞ്ഞോ, നവാസിന് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടോ? എങ്ങനെയൊക്കെ പറയുമ്പോൾ തങ്ങൾ പറയാ, എന്താ അങ്ങനെ സ്വന്തം ഉമ്മാരെയും കുടുംബങ്ങളൊക്കെ നോക്കണ്ടേ? എന്നാൽ തന്നെ അല്ലേ ഒരു കുടുംബജീവിതം സന്തോഷമാവുള്ളൂ. അല്ലാതെ ഇപ്പം എങ്ങനെയായിട്ട് എന്താ എങ്ങനെ നിൽക്ക്. തങ്ങൾ എന്നോട് ഇങ്ങോട്ട്, നമ്മളൊരു ആവശ്യത്തിനാണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് ഉപദേശിക്കുക. ഞാൻ പറഞ്ഞോ, പൊന്നാര തങ്ങളെ, തങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ എന്താ പറഞ്ഞത് അതിനനുസരിച്ച് ഇങ്ങോട്ട് ആക്കി തരലുണ്ട്. ഇത് നിങ്ങൾ പിന്നെ ഉപദേശിക്കാനും തീരും അല്ല ഞാൻ വന്നത്. ഞങ്ങൾക്ക് എൻ്റെ മരുവനം ഇങ്ങോട്ട് കിട്ടണം. അത്
ഓൻ്റെ തള്ളനെയും ഓൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങളെ മക്കളെയും ഒക്കെ കൊണ്ട് ഒഴിവായിക്കാണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടണം. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. അതേപോലെ നിങ്ങൾക്ക് ആക്കി തരാൻ പറ്റില്ലേ വേറെ ഇഷ്ടം പോലെ തങ്ങന്മാരുണ്ട് പറഞ്ഞു. എന്നോട് പറയല്ലേ, അതെ ഈ ലോകവും പരലോകവും ഉണ്ട്. ദുനിയാവ് മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നാളെ ആഖിറമാണെന്നുള്ളവർക്ക് അത് പറ്റൂല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ഇവിടെ ഞങ്ങൾ ചെയ്യലില്ല എന്ന് തന്നെ തങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വേറെ ആളെ നോക്കിക്കോളാം. അല്ല അപ്പം എന്താ, നമുക്കിപ്പോൾ ഒരാൾ സുഖിപ്പിക്കാൻ അതിനല്ലല്ലോ പോയത്. തങ്ങളും മൂല്യന്മാരൊക്കെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇജ്ജായി തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. എന്തിനാ മുസ്ലിം തങ്ങളാണല്ലോ, എല്ലാവർക്കും വലിയ കാര്യമാണ്. അങ്ങനെയാണ് എങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങണം എന്നൊക്കെ പറഞ്ഞിന്. എവിടെ ആ തങ്ങൾ ഒരിക്കലും പോരാ. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ആകാംക്ഷയോട് അങ്ങോട്ട് ചെല്ലണ എന്തിനാ, നമ്മളെ കാര്യം നടക്കാതെ. ഇത് നമ്മളെ കാര്യം നടക്കാതെ പെട്ടെന്ന് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഉപദേശിക്കാനാണ് തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു മാണ്ട തങ്ങളെ, ഇഷ്ടംപോലെ വേറെയും തങ്ങന്മാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. ഉമ്മ നിങ്ങൾക്കറിയോ ആ സത്താർ ഇങ്ങോട്ട് വന്നിനുമ്മ. എന്തിനാണ് അയാൾ പിന്നെ ഇങ്ങോട്ട് വരുന്നത്? അതെങ്ങാനും ആരെയും കണ്ടിട്ടുണ്ട്? എന്തിനു നന്ന് വന്നീനുല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഓനനുസരിച്ചു. നിങ്ങൾ എന്തേ പറയണത്? അതേടി ഞാനാണ് ഓനെ പറഞ്ഞയച്ചത്. ഞാനായിട്ട് തന്നെ പറഞ്ഞയച്ചതാ. ഉമ്മ നിങ്ങളെന്ത് പറയണത് ഉമ്മ? അകത്തേക്ക് തള്ളി തുറന്ന് അകത്തേക്ക് കയറി കുറേ എന്തൊക്കെ പറഞ്ഞ് കുറച്ച് ശേഷം പോയത്. ആരെങ്കിലും കണ്ടിരുന്നെങ്കിലും ഉമ്മ എന്തിനു നന്ന്? ഞാൻ പറഞ്ഞയച്ച തന്നെയാണ് ഓന. എന്തേ ഇനിയിപ്പോൾ ആര് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല. നവാസ് വന്നില്ലെങ്കിലും ഇവിടെ ഞമ്മക്ക് സത്താറുണ്ട്. ഉമ്മ നിങ്ങൾ എന്താ അനാവശ്യം പറയണത്? എന്താണ് ചിന്നോട് പറയണത്? അനാവശ്യം പറയേ? ആണൊരുത്തം ഇവിടെ വരും, അതിനൊരു കുഴപ്പമില്ല. എന്തേ ഉമ്മ നിങ്ങൾ വെറുതെ ഓരോ ചതിയിൽ ചാടാൻ നടക്കണ്ട കേട്ടോ. അതെങ്ങാനും ആരെയും കണ്ടിട്ടുണ്ടെങ്കിലേ എന്തിനും ഉമ്മ സത്താനോട് ഇങ്ങോട്ട് അനക്ക് പേടിക്ക്. അനക്കെന്തായാലും പുതിയാപ്പിള വരില്ലല്ലോ. അപ്പോൾ ഓനെ ഞാൻ പറഞ്ഞു ചേട്ടാ ജാ പെരയിക്കുന്നാണ് ചെല്ല്, എൻ്റെ മോളവിടെ ഒറ്റക്കാണെന്ന് പറഞ്ഞിട്ട്. ഉമ്മ നിങ്ങൾ ചതിക്കല്ലേ ഉമ്മ? എന്താ ഉമ്മ നിങ്ങൾക്ക് തീരെ ഒരു ബുദ്ധിയില്ലേ? ഇല്ല, കുറച്ച് ബുദ്ധി കുറവാന്ന് കരുതിക്കോ. അല്ലാത്തവർക്ക് എന്താ പറയുക? ഞാൻ പറയും അത് പുതിയാപ്പിള പെരയ്ക്ക് വരൂല്ല, ഓളെ നോക്കൂല്ല. പിന്നെ ഇപ്പോൾ ഞാൻ ആരെ ഏൽപ്പിക്കും എനിക്കൊന്ന് പുറത്തിറങ്ങാൻ? അങ്ങനെ ഞാൻ സത്താറിനെ ഏൽപ്പിച്ചാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു നടന്നോളൂ. ഉമ്മ ദയവായി നിങ്ങളൊന്നും പറയില്ലേ. പഠിച്ചോനെ എൻ്റെ ഭാവി പൊയ്ക്കണ്. പഠിച്ചോനെ എനിക്കറിയില്ല. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് എന്തെന്നറിയില്ല. ഉമ്മ എന്തിനുള്ള പുറപ്പാടാന്നാ റബ്ബേ. പഠിച്ചോനെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ട്. എന്താടി എന്നെ ഓൻ എന്തെങ്കിലും കാട്ടിയോ? ഉമ്മ കാട്ടിയിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അത് പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കൂടി അയാൾ പറഞ്ഞേക്കണ്. എന്ത് കാര്യം? ഗർഭിണി ആയൊന്നും ഞാൻ നോക്കൂല, അതൊന്നും പ്രശ്നമില്ല എനിക്ക്. എൻ്റെ കൂടെ വന്നാൽ ഇപ്പോഴും എന്നെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, എന്നെ പൊന്നു പോലെ നോക്കുമെന്ന് പറഞ്ഞേക്കണ്. ഇപ്പം എന്തായടി? അതാണ് മനുഷ്യത്തുള്ള ആളുകൾ. അല്ലാതെ എൻ്റെ പുതിയാപ്പിള നവാസിനെ പോലെയല്ല, മനസ്സിലായല്ലോ? എന്താന്നില്ല നവാസ് ഇക്ക ഇക്ക എന്തായിരുന്നു വിളി? ഉമ്മ ഇക്കാക്ക് നല്ല സ്നേഹം എന്നോട്. ഇക്ക അങ്ങനെ വാങ്ങിത്തരും ഇങ്ങനെ വാങ്ങിത്തരും. ഇപ്പതാ പെണ്ണ് വന്നിട്ട് ഇത്രയും ദിവസമായല്ലോ, ഒന്ന് വന്ന് നോക്കി. എൻ്റെ ഇക്ക വലിയ ഇക്കക്കാരത്തി, എന്തൊരു സ്നേഹമായിരുന്നു. ഓൾ എന്നോട് വരെ അവൾക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ലായിരുന്നു. ഓളെ പുതിയാപ്പിളിനെ ഓൾ ഇങ്ങോട്ട് സേവനം ചെയ്തിട്ട് ഇപ്പം എന്തായി തിരിഞ്ഞ് നോക്കണില്ല. ഉമ്മ ഇട്ടനല്ലേ എൻ്റെ ജീവിതം കേടെടുത്തിയത്. ഞാൻ പോയിക്കോളമ്മ പുത്തൻ വീട് തറവാട്ടിലേക്ക്. എങ്ങോട്ട് പോണടി? അഥവാ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ എൻ്റെ കാല് ഞാൻ വിട്ടു നോയിക്കോ. ഉമ്മ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ പോയിക്കോളാം, ഞാൻ ഇവിടെ നിൽക്കണില്ല. ഇപ്പോൾ ഓളിപ്പോൾ ഓൻ്റെ പിന്നാലെ പോവാ. ഉമ്മ ദയവായി സത്താറിനെ അങ്ങോട്ട് കൊണ്ടുവരരുതിഞ്ഞ്. എന്താടി ഓനെന്തൊരു കുറവ്? ഓനിവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓനങ്ങോട്ട് പറഞ്ഞേക്കും, അതിലൊന്നിച്ച് വിചാരിക്കരുത്. ഉമ്മ അതൊക്കെ തെറ്റാണ്, അതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. എന്താടി ഓനെന്നെ ഒന്നും ചെയ്യൂല. ഇനിയിപ്പോൾ അഥവാ ചെയ്താൽ തന്നെ എന്താ, ഓനക്ക് ഞാനോട് കെട്ടിച്ചു കൊടുക്കും. ഉമ്മ എൻ്റെ കുഞ്ഞിൽ എൻ്റെ വയറ്റിൽ 8 മാസം പ്രായമായ ഒരു കുട്ടിയാണ്, അതൊന്നും ഓർക്കണില്ല. ഓ പിന്നെ എനിക്കതിനെ ഓർത്തിക്കേണ്ട ഒരു കാര്യമില്ല. അത് ഓല കുട്ടിയല്ലേ, എനിക്ക് വന്ന് ഇത്ര ടെൻഷന്? ഓല കുട്ടിയാണത്, നമുക്ക് ഒരു ഇതുമില്ല. ആ കുട്ടീൻ്റെ പ്രസവം കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിയട്ടെ. ആ കുട്ടീനെ ഞാൻ പറഞ്ഞേക്കൂല, കടുപ്പം നല്ലോണം കാട്ടും, നോക്കിക്കോണ്ടി. ഉമ്മ
ഇങ്ങക്ക് എന്തിൻ്റെ കേടാ? നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ? ഭ്രാന്തുണ്ടോ? എടി സൗദ, ഇപ്പം എനിക്കായില്ലേ കുറ്റം? അനക്കിപ്പോൾ പുത്തൻ വീട് തറവാട്ടത്തിൽ നല്ലൊരു ആയി, ഞാൻ ഇവിടെ കുറ്റക്കാരത്തിയായി അല്ലേ? അത് ഉമ്മ ചെയ്ത ചെറ്റത്തരം തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ അത് തൊട്ടപ്പുറത്തുള്ള അയൽവാസി താത്ത അങ്ങോട്ട് അന്ന് കടന്നു വരുന്നു. ആ ആ ആ കുഞ്ഞിക്കതിയാ, വരുന്നുണ്ട് തള്ള. കുഞ്ഞിക്കതിയാ, എന്തേ? അല്ല, ഇജ്ജ എവിടുക്കെ പോയിന്? മുച്ചെന്തേ മോന്തിക്കള്ള കയറി വരുന്നത്? ഇജ്ജ എവിടുക്കെ ഈ പെണ്ണിനെ ഇട്ട് പോയിൻ്റെത്? ഞാൻ ഒരു വൈക്ക് പോയിനോ? അതൊക്കെ ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ നിന്നാലൊക്കെ കൂട്ടിയാൽ കൂടോ? അങ്ങനെ എവിടുക്കൊക്കെ പോണ്? പോകാൻ ഞാൻ പറ്റുമോ? ഇവിടെ പാണായിട്ടും പെണ്ണായിട്ടും ഞാൻ തന്നെയല്ലേ പുറത്തേക്ക് ഇറങ്ങാനുള്ളത്, വേറെ ആരും സഹായിക്കാനില്ലല്ലോ. എൻ്റെ പൊന്നാര കുഞ്ഞിക്കതിയാ, നല്ലോണം കൊളർത്തോണ്ടി. എന്തേ എന്തേ എന്താ നിങ്ങൾ ഈ പറയണത്? ഇവിടെ ആർക്ക് കയറി ഇറങ്ങണ്ട? എനിക്ക് വല്ല പുടുത്തുണ്ടോ? ഇവിടെ അങ്ങനെ ആരും കയറി ഇറങ്ങൂലല്ലോ. അതെനിക്ക് അറിയായിട്ടാണ് കേട്ടോ. എൻ്റെ മുകളിലെടുത്തേക്ക് ആ സത്താറ് വന്ന് കയറിനോ, കുറേ നേരം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. നല്ല ഓർത്തോ, കാരണം നാട്ടുകാർ മൊത്തം അറിഞ്ഞ കേസുണ്ട്, മറക്കണ്ട. ശരിക്കും അത് സൗദിയുടെ ഉമ്മ ഞെട്ടിപ്പോയി. അതെ, ഞാനാണ് ഓനോട് പറഞ്ഞയച്ചത്, അല്ലാതെ ഓൻ ഒറ്റയ്ക്ക് കയറി വന്നതല്ല. ശരി, തള്ളക്ക് മോൾക്ക് സപ്പോർട്ട് എടുക്കുന്ന പരിപാടി എന്നല്ലേ? അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിൻ്റെ റബ്ബേ, ഏതായാലും വല്ലാത്തൊരു. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് എല്ലായിടത്തും കൊട്ടിപ്പാടി നടക്കണ്ട, ഓനെ അവിടെ പേടിക്കാക്കിയതാണ്. അതൊക്കെ നാടൊട്ട് കറങ്ങിയിലൊട്ടി. നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. എനിക്കത് പറയേണ്ട ഒരു ആവശ്യമില്ല. എന്താവശ്യം? അതൊക്കെ എല്ലായിടത്തും അറിഞ്ഞേക്കണ്. എന്നാൽ അത് കേട്ടുകൊണ്ട് സൗദ അങ്ങോട്ട് വന്ന് അവൾ ഞെട്ടിത്തെറിച്ചു പോയി. ഉമ്മ, എന്തൊക്കെയാണ് ഞാൻ ഈ കേട്ടത്? ശരിക്കും സൗദ ഞെട്ടിപ്പോയി. ഉമ്മ, ഇങ്ങളായിട്ട് ജീവിതം നശിപ്പിച്ചില്ലേ? ഇങ്ങളായിട്ട്. എന്നാൽ ഈ സമയം നവാസിന് ദേഷ്യവും സങ്കടവും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉമ്മ വിഷമിക്കാൻ കാരണം അത് തന്നെയാണ്. എൻ്റെ ഉമ്മയെ വാർത്ത കേട്ട് തന്നെയാണ്. അതൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മാനോട്. സൗദ, അവൾ എന്നെ ചതിക്കണേ ഒരിക്കലും വിചാരിച്ചില്ല. നവാസിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ സമയം വിവരം അറിഞ്ഞുകൊണ്ട് റജിനത്തെയും ഹസ്ബൻഡും മക്കളും അതാ അങ്ങോട്ട് എത്തിയിരിക്കുന്നു ഹോസ്പിറ്റലിലേക്ക്. അല്ലാ താത്ത, എൻ്റെ താത്താക്ക് എന്താ പറ്റിയത്? മോനെ ഷാമോനെ, എന്താ പറ്റിയത്? അറിയില്ല, ഉമ്മാക്ക് എന്തൊരു ടെൻഷൻ പെട്ടെന്നായിട്ട്. ആണോ? പഠിച്ച റബ്ബേ, അല്ലാ കാത്തു രക്ഷിക്ക്. പെട്ടെന്നാണ് നവാസിൻ്റെ മുഖത്തേക്ക് എളാമ നോക്കിയത്. മോനെ നവാസേ. എന്നാൽ നവാസിന് എളാമയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. മോനെ, ഉമ്മാക്ക് എപ്പോഴും തുടങ്ങിയത്? എന്നെ ആരും അറിയിച്ചതുമില്ല. അത് ഉമ്മാക്ക് പെട്ടെന്ന് ഇങ്ങ് തറഞ്ഞുപോയി. മോനെ നവാസേ, സാരല്ല കേട്ടോ, ഒക്കെ പഠിച്ചവൻ്റെ വിധിയാന്ന് കരുതിയാൽ മതി. ഒന്നും കരുതണ്ട, ഒന്നും വിഷമിക്കണ്ട. നവാസിനെ എളാമ്മ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ഷമ്മാസ് അങ്ങോട്ട് വന്നു. എളാമ്മ, ഷാമോനെ, പഠിച്ചോനെൻ്റെ താത്താക്ക് സുഖമില്ലല്ലോ. താത്താക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു ധൈര്യം തരുന്ന ആൾ താത്താണ്. പഠിച്ചോനെ റബ്ബേ, മോനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്താ പറ്റിയതാ റബ്ബേ? ശരിക്കും റജിനത്തെയും അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഐഷമ്മയുടെ നില പൂർണ്ണമായും സുഖമായി വന്നിട്ടില്ല. അത് ഇടയ്ക്കിടെ ചെറിയൊരു ഓർമ്മ ഉണ്ടാവലും അതിലെന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അത്ര തന്നെ. അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. എന്നാൽ ഷമ്മാസ് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ ഉമ്മയെ എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ ഇറക്കാം, എത്ര വേണമെങ്കിലും എൻ്റെ ഉമ്മാൻ്റെ ജീവൻ നിങ്ങൾ രക്ഷിക്കണം. എൻ്റെ ഉമ്മാക്ക് ഒന്നും പറ്റരുത്. ഷമ്മാസ്, ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ അഗാധമായൊരു ടെൻഷൻ ഉമ്മയുടെ മനസ്സിലുണ്ട്. അതൊരു പക്ഷേ നികത്താതെ, അതിനൊരു പരിഹാരം കണ്ടെത്താതെ ഒരു പക്ഷേ ആ ഷോക്കിൽ നിന്ന് മോചിതയാവാൻ ഉമ്മക്ക് കഴിയില്ല. അതിനെക്കുറിച്ചെന്തോ ആലോചിച്ചതുകൊണ്ട് വീണ്ടും ഒരു പഴയ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ തന്നെയാലും പ്രാർത്ഥിക്കുക കേട്ടോ. പ്രാർത്ഥനയും പ്രവൃത്തിയും എന്നല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുക, പിന്നെ നമ്മൾ ചികിത്സിക്കുക. ഇൻഷാ അല്ലാ, എന്തൊക്കെ തന്നെയാലും പടച്ചുറപ്പുണ്ടല്ലോ, എല്ലാം കാണുന്നവൻ പരിപൂർണ്ണ ശിഫ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാ. ഷമ്മാസ് പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ ഉമ്മയെ കൈവിടരുത്. മോനെ, ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്.
പിന്നെ മേലായ റബ്ബ് അവൻ്റെ വിധി പോലെ വരും എല്ലാം. അത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അപ്പുറത്തേക്ക് പോയി. ഒരു നിമിഷം ഷമ്മാസ് വെങ്ങിപ്പൊട്ടി. അല്ലാ, എൻ്റെ ഉമ്മാനെ കൊണ്ടുപോലട്ടല്ല പഠിച്ചോനെ, എൻ്റെ ഉമ്മ എനിക്ക് വേണം കേട്ടോ. അവൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.